പറഞ്ഞതുപോലെ, നടൻ ശ്രീനിവാസൻ പറഞ്ഞതുപോലെ, ഇവിടെ പിന്നെ പച്ചക്കറിക്കകത്തും അരിക്കകത്തും എല്ലാം വിഷം കയറ്റുമ്പോൾ അവന് കൊലക്കുറ്റത്തിന് സമാധാനം പറയാമെങ്കിൽ, അവന് കൊലപാതകത്തിന് സമാധാനം, അവന് കൊലക്കുറ്റത്തിന് കേസെടുത്തിട്ട് അവനെ വിചാരണ ചെയ്യാമെങ്കിൽ ഒരു പരിധി വരെ ഇതെല്ലാം മാറും. തിന്നുന്ന ആഹാരങ്ങൾ മൊത്തവും ഈ തരത്തിലുള്ള കൊള്ള അസുഖങ്ങൾ ഉണ്ടാക്കുന്നതും മനുഷ്യൻ ഇഞ്ചിഞ്ചുമായി കൊല്ലുന്ന ഇതിന്റെ ഇടയിലും ഈ രണ്ട് കാര്യത്തിനെതിരെ, ഈ ആരോഗ്യത്തിന് വേണ്ടിയിട്ടും ഈ മായം ചേർക്കുന്നതിനെ പറ്റിയിട്ടും സംസാരിക്കാൻ നമുക്ക്, നമ്മുടെ ആൾക്കാർക്ക് എന്ന് പറഞ്ഞാൽ സാധാരണ ജനങ്ങൾ ഇനിയെങ്കിലും ചിന്തിച്ചില്ലെങ്കിൽ നമ്മളെ നന്നാക്കാൻ ഇവിടെ ഒരുത്തരും ഉണ്ടാവില്ല. പോളിയോ മരുന്ന് കൊടുത്ത് അതിനകത്ത് ബിൽ ഗേറ്റ്സ് ഓപ്പണായിട്ട് പറഞ്ഞു 20% ആൾക്കാര് 15 മുതൽ 20% 5 കൊല്ലം റെഗുലറായിട്ട് പോളിയോ എടുത്തു കഴിഞ്ഞാൽ ജനസംഖ്യ കുറച്ചു തരാമെന്ന്, 15 മുതൽ 20 വരെ. അവൻ ഒരു കാര്യം ഇവിടെ പറഞ്ഞത് ശ്രദ്ധയിൽപ്പെടുന്നത്, ആഫ്രിക്കയിലെ കുട്ടികളെ എടുത്ത് കാണിച്ചിട്ട് ബിൽ ഗേറ്റ്സ് പറഞ്ഞൊരു വാചകം നിങ്ങൾക്ക് ഓർമ്മയുണ്ടല്ലോ. അവൻ പറഞ്ഞത്, ഈ അണ്ടനും അടകൂടനെയൊക്കെ എന്തിനാ വെച്ചേക്കുന്നേ, ഇതൊക്കെ നമ്മുടെ ഓക്സിജൻ ശ്വസിച്ചുകൊണ്ട് പോന്നു, അതുകൊണ്ട് ജനസംഖ്യ കുറയ്ക്കണം. അതിന് ഒരുത്തരും പ്രതികരിക്കാനില്ല. ഒബാമ മാപ്പ് പറഞ്ഞു നമ്മുടെ റൂബില്ല കൊടുത്തതിന്, ആരും പ്രതികരിക്കാനില്ല. ചുംബന മത്സരത്തിന് പ്രതികരിക്കാൻ ഇവിടെ എല്ലാവരും ഉണ്ട്. സകല രാഷ്ട്രീയക്കാരും ഉണ്ട്, സകല മത നേതാക്കന്മാരും ഉണ്ട്, സകല ആരോഗ്യ വകുപ്പും ഉണ്ട്, ഒരു സകല നിയമപാലകരും ഉണ്ട്. അതിനു വേണ്ടിയിട്ട് ഞങ്ങളെപ്പോലുള്ള അടുത്ത ഈ വരാൻ പോകുന്ന തലമുറയെ രക്ഷിക്കാൻ ഇവിടെ ആരുണ്ട്? ഇവിടെ ഇനിയെങ്കിലും സാധാരണക്കാരായ ജനങ്ങള് പ്രതികരിച്ചില്ലെങ്കിൽ അടുത്ത നമ്മുടെ മക്കളെ ഈ മാഫിയ സംഘങ്ങള്, ഇപ്പൊ അറിയാമല്ലോ എല്ലാവർക്കും, ലോകം മൊത്തം ഒരു UN അണ്ടറിൽ വരാൻ പോവാണ്. ഒരു പ്രസിഡന്റ്, ഒരു പ്രധാനമന്ത്രിയായി അതിന് വരെ നമ്മൾ സൈനിട്ട് കൊടുത്തേച്ചിരിക്കുക. അപ്പോ നമ്മളെ രക്ഷിക്കാൻ ഇനി ഒന്നേ വഴിയുള്ളൂ, എല്ലാവരും സ്വയം നന്നാകുക, സ്വയം തിരിച്ചറിയുക. എന്താണ് രോഗം, എന്താണ് ആരോഗ്യം, എന്താണ് ക്യാൻസർ, എന്താണ് കീമോ, എന്താണ് റേഡിയേഷൻ, ഇങ്ങനെയുള്ളത് മരുന്നിനെ പറ്റി നീ എന്താണോ അകത്തോട്ട് കഴിക്കുന്നേ, ആ കഴിക്കുന്ന ആഹാരം മരുന്നും എന്തായാലും ഒരവയവം ഒറ്റയ്ക്കല്ല എടുക്കുന്നതെന്നും എല്ലാ അവയവങ്ങളും കൂട്ടായി മാത്രമേ ഒരാഹാരം കഴിക്കുമ്പോൾ എടുക്കുന്ന മാതിരി ഏത് മരുന്നും ഏത് കെമിക്കലും നമ്മുടെ ഉള്ളിൽ ചെല്ലുമ്പോൾ എല്ലാവരും കൂടെ ഒരുമിച്ച് മാത്രമേ എടുക്കുള്ളൂ. ഇനിയെങ്കിലും ഉണർന്ന് ചിന്തിച്ചില്ലെങ്കിൽ നമ്മുടെ ആരോഗ്യങ്ങളും കളയ മാത്രമല്ല, നമ്മളെ എല്ലാം മാരക രോഗം പിടിപ്പിച്ച് കാശെല്ലാം ഊറ്റിക്കൊണ്ടുപോയി നമ്മളെ കൊല ചെയ്തു തരുന്ന ഇതിന് എതിരായി കേരളത്തിലെയും ഭാരതത്തിലെയും മൊത്തം ജനം, ഭാരതത്തിലെ ഇപ്പോഴും എനിക്ക് തോന്നുന്നത് നമ്മൾ പ്രതികരിക്കാത്തത് അറിവില്ലായ്മ കൊണ്ടാണോ, അതോ പേടിച്ചിട്ടാണോ, അതോ ഈ ചക്രവ്യൂഹത്തിനകത്ത് കുടുങ്ങിപ്പോയോ, അതോ നിങ്ങൾക്ക് എന്താണ് പറ്റിയത്? കേരളത്തിലെ ജനങ്ങൾക്ക്, ഇന്ത്യയിലെ ജനങ്ങൾക്ക് ഇതിനെതിരെ പ്രതികരിക്കാൻ ഓരോരുത്തർ ഇറങ്ങി മുന്നോട്ട് വന്നില്ലെങ്കിൽ നമ്മുടെ മക്കളെല്ലാം ഇനി ഇവിടെ കിടന്ന് തെണ്ടുന്നതും ആരോഗ്യം നരയിക്കുന്നതും എല്ലാം നമുക്ക് കാണാൻ പറ്റും. കിടക്കാടം പോലും വിറ്റുകൊണ്ട് തന്റെ ശുശ്രൂഷിക്കാൻ മക്കള് ഇരിക്കാടം വരെ വിറ്റുകൊണ്ട് നടക്കണോ? ഒരു ഉളുപ്പുമില്ലാതെ നമ്മുടെ അമ്മയും അച്ഛനെയും രക്ഷിക്കാൻ നമ്മൾ ഇറങ്ങും. അപ്പോഴാണ് ലാസ്റ്റ് അവനെന്ത് ചെയ്യാൻ പോകുന്നു? അവൻ ഭിക്ഷ എടുക്കണോ? ഇതെന്താ ഈ നടക്കണേ? ആരുടെ കുത്തകയ്ക്കകത്താണ് കൊണ്ടുപോകുന്നത്? ഇവിടെ ഉണ്ടാകുന്ന ഓരോ മരുന്നിന്റെയും ഒരു വേണ്ടാന്നേ പുതിയ ഒരു ആന്റിബയോട്ടിക് കഴിച്ചാൽ അല്ലെങ്കിൽ ഒരു പ്രതിരോധ കുത്തിവയ്പ്പ് എടുത്താൽ അതിന്റെ 40% തായ്പ് കൊണ്ടുപോകാന്നുള്ള കാര്യവും മറക്കരുത്. കോലഴിയില് ഞാനൊരു വായനശാലയെ ക്ലാസ്സിന് പോയപ്പോ അവിടെ കാണികളുടെ കൂട്ടത്തിൽ ഞാനും ഇരിപ്പുണ്ടായിരുന്നു. അന്നേരം ഞാന് അമല ക്യാൻസർ സെന്ററിലെ 3 ഓങ്കോളജിസ്റ്റും ഞാനും കൂടെ നടത്തിയ ഒരു വാദപ്രതിവാദത്തില് ക്യാൻസറിന് കീമോ ചെയ്യുന്നത് രോഗി പറഞ്ഞിട്ടാണ്, രോഗിയുടെ ബന്ധുക്കളും പറഞ്ഞിട്ടേ ഞങ്ങൾ ചെയ്യുള്ളൂ, ഞങ്ങൾ ആരോടും കീമോ ചെയ്യാൻ പറയില്ല എന്ന് പറയുന്ന ഒരു വാചകം കൂടെ ഇതിനകത്തുണ്ട്. അപ്പോൾ ഇതിനകത്ത് നിന്ന് ഇവരെ കൺസേൺമെന്റ് മാത്രമല്ല, ഇവരുടെ ഉടമ്പടി മാത്രമല്ല, അവർ വാക്കാൽ പറയുന്നതും അത് ചെയ്യുന്ന ഡോക്ടർക്ക് പോലും ഇതറിയാം, ഇത് രോഗിയെ കൊണ്ട് ഇതെല്ലാം പറയിപ്പിക്കണമെന്ന്. എല്ലാ ആശുപത്രിയിലും RCCയിൽ ഇത് എഴുതി വെച്ചിട്ടുണ്ട്. എപ്രകാരമാണ് RCCയിൽ സ്കാൻ ചെയ്യാൻ ചെല്ലുമ്പോൾ, CT സ്കാൻ എടുക്കാൻ ചെല്ലുമ്പോൾ അവിടെ എഴുതി വെച്ചിട്ടുണ്ട് ഇതുകൊണ്ട് ക്യാൻസർ ഉണ്ടാകാം. CT സ്കാൻ എടുക്കുമ്പോൾ ക്യാൻസർ ഉണ്ടാകാമെന്ന് അവിടെ എഴുതി വെച്ചിട്ടുണ്ട്. അപ്പോ അത് ചെയ്താൽ ഇത്ര ദോഷങ്ങൾ ഉണ്ടാകും, നിങ്ങളുടെ കിഡ്നി പോകും, കരൾ പോകും, എല്ലാം ഒരു സ്കാൻ പോലും എടുക്കുമ്പോൾ എഴുതി വെക്കുന്ന നമ്മുടെ സമ്പ്രദായത്തിനകത്ത് എന്തുകൊണ്ട് ഇത് ജനത്തിനെ പറഞ്ഞ് മനസ്സിലാക്കുന്നില്ല?
ഇത് ജനത്തിന് അറിവുണ്ട്. അപ്പൊ എപ്രകാരമാണ് ഒരു പുസ്തകം നമ്മളെ കോളേജുകളിലും സ്കൂളുകളിലും പഠിപ്പിക്കുമ്പോൾ ആ പുസ്തകം ഉണ്ടാക്കിയ ആളിന്, സയന്റിസ്റ്റുകൾക്കും അതുണ്ടാക്കിയ ഡിപ്പാർട്ട്മെന്റിനും ഇത് ഇത് കുട്ടികൾക്കോ അധ്യാപകർക്കോ മനസ്സിലാകരുത് എന്നുള്ള വ്യക്തമായ അജണ്ടയോടുകൂടി എങ്ങനെയാണ് പുസ്തകം ഇറക്കുന്നത്, അതേമാതിരി ഈ നിയമങ്ങളെല്ലാം പാസ്സാക്കിയിട്ട് അവർ വ്യക്തമായ അവർക്കൊരു ധാരണയുണ്ട്, ഇത് രോഗികൾ അറിയരുത് എന്നൊരു വ്യക്തമായ ധാരണയുണ്ട്. ഇതാണ് നമ്മൾ പുറത്തു കൊണ്ടുവരുന്നത്. ഇത് ആർക്ക് വേണ്ടി, നമ്മൾ എന്തിനു വേണ്ടിയാണ് ഇത് ചെയ്യുന്നത്? ഒരു വിഭാഗം മാഫിയകൾക്ക് വേണ്ടി, ഒരു വിഭാഗം കച്ചവടക്കാരന് വേണ്ടി മാത്രം നിലകൊള്ളുന്ന ഒരു ഭരണ സംവിധാനത്തിനകത്ത് നിന്നുകൊണ്ട് നമുക്കിതേ കിട്ടുള്ളൂ. ജനം പ്രതികരിച്ചേ പറ്റുള്ളൂ. ഇറങ്ങി വാ പുറത്ത്. എന്താണ് നിന്റെ രോഗം, എന്താണ് ചികിത്സാ സമ്പ്രദായം, ഇതെല്ലാം നമുക്ക് അറിയാനുള്ള അവകാശമുണ്ട്. നമുക്ക് അവകാശം പേപ്പറിൽ മാത്രം ഒതുക്കിയോ കോടതിയിൽ മാത്രം ഒതുക്കിയിട്ടോ കാര്യമില്ല. പുറത്തേക്ക് ഇറങ്ങി വാ. ഇനി നമ്മൾ ശ്രദ്ധിക്കേണ്ട ഏറ്റവും വലിയ കാര്യം, ഏതെല്ലാം ഡോക്ടർമാര്, ഓങ്കോളജിസ്റ്റുകള് അവരുടെ ബന്ധുക്കളുടെ പുറത്ത് എത്ര കീമോ ചെയ്യുന്നു, എത്ര റേഡിയേഷൻ നടത്തുന്നു, അവരെല്ലാം വൈദ്യന്റെ പുറയിൽ എന്തിനോടുന്നു? നിങ്ങൾ ശ്രദ്ധിച്ചു നോക്ക്. കേരളത്തിലുള്ള മിക്കവാറുള്ള വൈദ്യന്മാരുടെ എല്ലായിടത്ത് കയറി ഇറങ്ങുന്നത് അലോപ്പതി ഡോക്ടർമാരും ഈ ഓങ്കോളജിസ്റ്റുകളുമാണ്. എത്ര പേരെ വേണേലും തെളിവ് കാണിച്ചു തരാം. അതേപോലെ തന്നെ ഇവിടെ നമ്മുടെ പെട്രോളിന് വില കൂട്ടുമ്പോ 10 പൈസ വില കൂട്ടിയാൽ ഇവിടെ സമരം, ഹർത്താല്, അടിച്ചുപൊളി, ബസ് അടിച്ചുപൊളി അതെല്ലാം നടത്തുന്ന ആൾക്കാര് എന്തുകൊണ്ടാണ് ഇത്രയും വലിയ നമ്മുടെ ജീവിതം കൊണ്ട് ബന്ധാടുമ്പോ അതിനെതിരെ പ്രതികരിക്കാത്തത്? യവന്റെ വിവരം പോലും ഇതിന്റെ വിവരം ഇല്ലാത്തത് കൊണ്ടാവാം. അല്ലെങ്കിൽ എവര് ചെന്ന് കഴിഞ്ഞാൽ എന്ത് സംഭവിക്കാൻ പോന്നു, അല്ലെ എന്താണ് നടക്കാൻ പോന്നെന്ന് ഒറ്റ ഒരു കാരണം പറഞ്ഞാൽ മതി. ഇന്ത്യൻ പ്രധാനമന്ത്രി വാജ്പേയിയുടെ പ്രധാനമന്ത്രി ആയിരിക്കുമ്പോൾ മുട്ട് ഓപ്പറേഷൻ ചെയ്ത് മാറ്റിവെച്ച് അതിനുശേഷം പുള്ളി ഇന്ന് വരെ എന്ത് സംഭവിച്ചെന്ന് ആരെങ്കിലും തിരക്കിയോ? ഇന്ന് പുള്ളി വീൽ ചെയറിലിരിക്കുന്നു. അതേപോലെ ഈ നമ്മളെ മുട്ടുകളെല്ലാം ഓപ്പറേഷൻ ചെയ്ത് മാറ്റിവെച്ച് എത്ര എണ്ണം നടക്കുന്നത്? ഇപ്പൊ എന്റെ വീട്ടിൽ ഒരെണ്ണം ഇന്നലെ വന്നൊരാള് ഓപ്പറേഷൻ ചെയ്തതിനു ശേഷം പിന്നെ അവർ ഇന്നുവരെ ഞാൻ ഇതുവരെ പറഞ്ഞ കാര്യങ്ങള് രോഗികളുടെ ബന്ധുക്കൾക്കും നാട്ടുകാർക്കും വീട്ടുകാർക്കും സഹോദരങ്ങൾക്കും മനസ്സിലായില്ലെങ്കിൽ രോഗിക്കൊരു മെസ്സേജ്, നീ കീമോ ചെയ്യാനായിട്ട് നിന്നെ കൊണ്ടുപോകുമെന്ന് ധരിക്കുമ്പോൾ മിനിമം ഒരു 10 പേരെ കീമോ ചെയ്തവരെ കണ്ടുപോക്കുക. അവരുടെ അവസ്ഥ എന്താണ്? ഒരു കൊല്ലത്തിന് മുമ്പിട്ട് കീമോ ചെയ്ത 10 പേരുടെ വീട്ടുകളിൽ പോയി സന്ദർശനം നടത്തുക. അപ്പോൾ മനസ്സിലാവും നിന്നെ കൊണ്ടുപോകുന്നത് കൊല്ലാനാണ്. കീമോ ചെയ്ത് നിന്നെ കൊല്ലാനാണ് കൊണ്ടുപോകുന്നതെന്ന് എഴുതി മേടിച്ചിട്ട് നീ അവരൊരു ഒറ്റ കാര്യം ചെയ്യണം, അവരെ ഉടമ്പടി സൈൻ ചെയ്യുമ്പോൾ ആ പേപ്പർ നിന്നെ ഒന്ന് കാണിക്കാൻ പറയണം. അതിനകത്ത് എന്തൊക്കെ എഴുതിയിരിക്കുന്നു വെച്ചാൽ, നീ ചത്തുപോയാലും ശരി ഞങ്ങൾ നിങ്ങളോട് പ്രതികരിക്കില്ല എന്നും ഞങ്ങളൊന്നും മിണ്ടത്തേ ഇല്ലെന്നും. അതുകൊണ്ട് ദയവ് ചെയ്ത് രോഗികള് ആംബുലൻസിലാണോ കൊണ്ടുപോണേ, ബസ്സിലാണോ കൊണ്ടുപോകുന്നേ, കാറിനകത്താണോ കൊണ്ടുപോകുന്നെങ്കിൽ എവിടെങ്കിലും വെച്ച് നിർത്തുമ്പോൾ ഇറങ്ങി ഓടിക്കോളുക. അതേ വഴിയുള്ളൂ. അപ്പോ നിന്റെ പോയി എങ്ങനെയെങ്കിലും പോയി രക്ഷപ്പെട്. കാരണം അവിടെ ചെന്നാൽ കാശും പിടിച്ചു പറിക്കും, രൂപവും മാറ്റി മുട്ടയടിച്ച് ശരീരത്തെ മൊത്തം രോമവും പോയി എല്ലും തൊലിയായി കരിഞ്ഞ് നിനക്ക് ജീവിക്കണോ അതോ ഉള്ള 10 ദിവസം അടിച്ചു പൊളിച്ച് ജീവിക്കണോ? ഏതാ നീയാണ് തീരുമാനിക്കേണ്ടുന്നത്. ഏതായാലും ജനിച്ചാൽ മരിക്കും. അത് ആദ്യമേ 10 ദിവസം നമ്മളെല്ലാം റിട്ടേൺ ടിക്കറ്റ് റെഡി ആയിട്ടാണ് വന്നിരിക്കുന്നതെന്ന് നീ ആദ്യം ചിന്തിക്കുക. രോഗികളോട് കൊടുക്കുന്ന ഏറ്റവും വലിയ മെസ്സേജ്, നമ്മൾ ജനിക്കുമ്പോൾ തന്നെ റിട്ടേൺ ടിക്കറ്റ് നമുക്ക് തന്നിട്ടുണ്ട്. ആ ദിവസം ഫിക്സ് ആണ്, അത് ആർക്കും തടുക്കാൻ പറ്റില്ല. അത് ഇനി അതിനപ്പുറം അതിലും വലിയൊരു ദൈവമാണ് വെളിയിൽ ഇരിക്കുന്നേ. ഈ കശാപ്പുകാരനെങ്കിൽ നീ ഇറങ്ങി ഓടിക്കൂ. ജീവിക്കാൻ നിനക്ക് ആഗ്രഹം ഉണ്ടെങ്കിൽ ഓടിക്കൂ, ഇറങ്ങി. ഇതാണ് എനിക്ക് നിങ്ങളോട് ഇതിനുള്ള അവസാനത്തെ വഴി. ഇതിനും നിനക്ക് പ്രതികരിക്കാൻ പറ്റില്ലെങ്കിൽ പോയി ചാവി. ഇതിനെതിരെ എന്റെ പ്രേക്ഷകര്, എന്നെ കണ്ടുകൊണ്ടിരുന്ന ഇത്രയും നാളുകൊണ്ട് എന്നെ ഇഷ്ടപ്പെട്ട എന്റെ പ്രേക്ഷകരും ഇനി കാണാനുള്ള ആൾക്കാരും പ്രതികരിച്ചില്ലെങ്കിൽ ഒരാഴ്ച വരെ ഞാൻ നോക്കും. അതിനുശേഷം എന്നെ പിന്നെ നിങ്ങൾ ഫേസ്ബുക്കിലോ എൻ്റെ ക്ലിപ്പുകളോ എൻ്റെ ഇതോ ഒന്നും നിങ്ങൾ ഇനി കാണില്ല. കാരണം ഇത്രയും വലിയൊരു കാര്യം എടുത്തിട്ടിട്ട് ഇത് പ്രതികരിക്കാനോ ഇതൊരു ചർച്ചാ വിഷയമാക്കാനോ നിങ്ങളെ കൊണ്ട് പറ്റില്ലെങ്കിൽ പിന്നെ എന്തിനപ്പം ഇത് ലൈക്ക് അടിക്കാൻ വേണ്ടി ഒരു സാധനം? എനിക്ക് ആരുടെ ലൈക്കും വേണ്ട, ഒന്നും വേണ്ട. പ്രതികരിക്കും. ഈ ഇന്ത്യയെ രക്ഷിക്കൂ.
ഈ ഇന്ത്യയിലുള്ള ഈ രോഗമില്ലാത്ത രോഗികളെ പിടിച്ച് രോഗമുണ്ടാക്കിയെടുക്കുന്ന ഈ സമ്പ്രദായത്തിൽ നിന്ന് രക്ഷപ്പെടാൻ നിങ്ങൾക്ക് കഴിഞ്ഞില്ലെങ്കിൽ, നിങ്ങളെ കൊണ്ട് എനിക്ക് പ്രതികരിപ്പിക്കാൻ കഴിഞ്ഞില്ലെങ്കിൽ പിന്നെ ഇതിൻ്റെ ആവശ്യം എനിക്കില്ല. പിന്നെ ഒരാഴ്ച കഴിഞ്ഞാൽ, ഒരാഴ്ച വരെ നിങ്ങൾക്ക് സമയം തരുന്നു. അതിനകത്ത് വെച്ച് പ്രതികരിച്ച് ഇത് എല്ലാം അറിയിക്കേണ്ട ഗവൺമെന്റിന്റെയും അധികാരികളെയും മുഖ്യമന്ത്രിക്കും പ്രതിപക്ഷ നേതാവിനും ആരോഗ്യ വകുപ്പിനും സകല എണ്ണത്തിനും ഇത് ഇളക്കണം. ചാനലുകളും പത്രങ്ങളും മാധ്യമങ്ങളും ഇവരോടെല്ലാം പറയാ, നിങ്ങളുടെ പരസ്യം കാണാൻ വേണ്ടി മാത്രമല്ല ഞങ്ങൾ ഇരിക്കണേ, ഞങ്ങളുടെ വിഷയം ചർച്ച ചെയ്യണം നിങ്ങൾ ചാനലിനകത്തും പത്രത്തിനകത്തും. അതിനുള്ള ധർമ്മം നിങ്ങൾക്കുണ്ട്. അവരോടും വിളിച്ചു പറ, നിങ്ങൾ ഞങ്ങളുടെ ഈ വിഷയം പത്രത്തിലിട്ടിട്ട് ഇത് കല്ലും നെല്ലും തെളിയിച്ചില്ലെങ്കിൽ നിങ്ങളുടെ പത്രങ്ങളും നിങ്ങളുടെ ചാനലുകളും ഇനി മേലാ ഞങ്ങൾ കാണില്ല എന്നുള്ള ഒരു വാശിയും കൂടെ പിടിച്ചാൽ ജനത്തിന്റെ മുമ്പിൽ, പൊതുജനത്തിന്റെ മുമ്പിൽ ആർക്കും പിടിച്ചു നിർത്താൻ പറ്റില്ല. ഇതാണ് എൻ്റെ അവസാനത്തെ ഭാഷ.